2022 റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധമുണ്ടാവുകയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ത്യ നയതന്ത്ര ബന്ധം, കച്ചവട ബന്ധം റഷ്യയുമായി തുടരുന്നു. ഇതിനെ അമേരിക്ക എതിർക്കുകയോ ഇന്ത്യക്ക് വിലക്ക് ഏർപ്പെടുത്തുകയോ ചെയ്തില്ല. ലോകക്രമം തുടരണമെങ്കിൽ അങ്ങനെ തന്നെ വേണം എന്നായിരുന്നു അമേരിക്കയുടെ നയം. എന്നാൽ യുദ്ധം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. റഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള പല ഇറക്കുമതികളും നിന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്ന പരമ്പരാഗത രാജ്യങ്ങൾ പലതും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും തിരിയുന്നു. ഇവിടെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ നിർദ്ദേശം ഇന്ത്യയോട് വെച്ചത് അമേരിക്കയാണ്. അതാണ് ഇന്ത്യ തുടർന്ന് വരുന്നത്. ഇപ്പോൾ ട്രംപിന് പെട്ടെന്ന് വെളിപാടുണ്ടാവുകയും ട്രംപും യൂറോപ്യൻ യൂണിയനും ചേർന്ന് റഷ്യയെ ബഹിഷ്കരിക്കണം, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്, ഒരു ബന്ധത്തിന് പോകരുത് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അങ്ങനെ കണ്ണുമടച്ച് അത് അംഗീകരിക്കാൻ കഴിയില്ല. അമേരിക്കൻ ഭരണാധികാരിയുടെ അധികാരം 4 വർഷം കൊണ്ട് ഇല്ലാതാകുമെങ്കിൽ റഷ്യയിലും ഇന്ത്യയിലും ഒന്നും അങ്ങനെയല്ല. അതുകൊണ്ട് ട്രംപ് പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ ഇന്ത്യ എത്തപ്പെടാൻ പോകുന്നത് വലിയ പരാജയത്തിലായിരിക്കും. അതുകൊണ്ടാണ് അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ റഷ്യയുമായുള്ള ബന്ധവും തുടരാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നത്. പക്ഷെ ട്രംപിന് അത് സഹിക്കാൻ കഴിയുന്നില്ല. ട്രംപിന്റെ തോക്കുമനയിൽ പുടിൻ വഴങ്ങാതെ വന്നപ്പോൾ, ട്രംപ് വിചാരിച്ചതുപോലെ യുദ്ധം അവസാനിക്കാതെ വന്നപ്പോൾ പുടിനെ ഒറ്റപ്പെടുത്താൻ ട്രംപ് നടത്തുന്ന നീക്കത്തിന് ഇന്ത്യ ഒത്താശ ചെയ്യണം എന്നത് പിടിവാശിയാണ്. ഇന്ത്യ അതിന് വഴങ്ങാത്തത് കൊണ്ട് 25% ഇറക്കുമതി ചുങ്കം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തി. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ഉൽപ്പന്നം അമേരിക്കയിലേക്ക് അയക്കണമെങ്കിൽ ആ വിലയ്ക്ക് 25% കൂടുതൽ അടയ്ക്കണം. ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ ബാധിക്കും. ഇതിൽ അത്ഭുതമൊന്നുമില്ല. ഉറ്റ സൗഹൃദ രാജ്യങ്ങളായ ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായും ഒക്കെ ട്രംപ് ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ അവിടെ ചെന്ന് ട്രംപുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രശ്നവും പരിഹരിച്ച് വ്യാപാര കരാർ നടപ്പിലാക്കിയിട്ടും ദക്ഷിണ കൊറിയയ്ക്ക് 19% നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ട്രംപ് പുതിയ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ത്യക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 25% നികുതിക്ക് പുറമെ റഷ്യയിൽ നിന്ന് ഇറക്കുമതിയുടെ പേരിൽ വലിയ പിഴ ചുമത്തുമെന്നും വലിയ താരിഫ് വർധന നടപ്പിലാക്കുമെന്നുമാണ് പ്രഖ്യാപനം. ഇന്ത്യ ആ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങുമെന്നാണ് ട്രംപ് വിചാരിച്ചത്. പക്ഷേ ഇന്ത്യ വഴങ്ങിയിട്ടില്ല. പാകിസ്ഥാൻ ഇന്ത്യയെക്കാൾ കുറഞ്ഞ നികുതി ഏർപ്പെടുത്തി പാകിസ്ഥാൻ സൈന്യാധിപനെ വൈറ്റ് ഹൗസിൽ വിളിച്ച് വിരുന്നു കൊടുത്ത് പാകിസ്ഥാനിലേക്ക് മക്കളെ അയച്ച് കച്ചവടം ഉറപ്പിച്ച് പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുകയും ഇന്ത്യയെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ കീഴ്പ്പെട്ടു കൊടുക്കേണ്ട ഗതികളൊന്നും ഇന്ത്യക്കില്ല. പല സാഹചര്യങ്ങളിൽ ലോകം ഇന്ത്യ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇന്ത്യ പതറിയില്ല, വീണില്ല. ആ ഇന്ത്യക്ക് ട്രംപിന്റെ ഭീഷണിയുടെ മുമ്പിലും പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഉണ്ടാവും. ഇത് ട്രംപ് മനസ്സിലാക്കിയാൽ നല്ലത് തന്നെ.